എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ മെയിൻ മോൺസ്റ്ററിനെ കാണിക്കും. ആളാണെങ്കിൽ ഇപ്പോ ആ ഡാർക്ക് മോൺസ്റ്ററിന് എന്തോന്ന് സംഭവിച്ചു എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അതാണെങ്കിൽ പാനിക് ആവാനായിട്ട് തുടങ്ങും. ആ ഡൈനോസർ ബീസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ കാര്യം തിരക്കാണ്. അതിന് ആ മോൺസ്റ്റർ പറയും, എന്റെ മകൻ എന്തോന്ന് സംഭവിച്ചു, അവനെക്കുറിച്ച് യാതൊരു റെസ്പോൺസും എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവന്റെ പേര് വിളിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് സമയം വിളിച്ചിട്ടും അതിൽ നിന്ന് റെസ്പോൺസ് ഒന്നും ഉണ്ടാവില്ല. മെയിൻ മോൺസ്റ്റർ ആണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ പറയും, ഞാൻ ക്രിയേറ്റ് ചെയ്ത എന്റെ ഡാർക്ക് മോൺസ്റ്റർ അവൻ കൊല്ലപ്പെട്ടു. ആ ന്യൂസ് കേട്ട് ബീസ്റ്റും വില്ലത്തി പെണ്ണും ഡോഗും അവരടക്കം ചിരിക്കും. അതിനുശേഷം നൈസായിട്ട് ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത് അവനോട് പറയും, സത്യത്തിൽ ആ ഡാർക്ക് മോൺസ്റ്റർ അവനെ കാണാൻ അടിപൊളിയായിരുന്നു, അവൻ ഇങ്ങനെയൊരു അവസ്ഥ വരുമെന്ന് ഞങ്ങൾ കരുതിയതല്ല. മോൺസ്റ്ററിനാണെങ്കിൽ അത് കേട്ട് ഇപ്പോൾ ദേഷ്യം അങ്ങനെ പതിന്മടങ്ങാവുകയാണ്. അവരോട് ആളാണെങ്കിൽ ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഉണ്ടപ്പൻ അവനാണെങ്കിൽ മോൺസ്റ്ററിന് വലിയൊരു കമ്പിലൊക്കെ കെട്ടി ഇപ്പൊ അതിന്റെ അടിയിൽ തീയിട്ട് അതിനെ വേവിക്കുകയാണ്. അതിനുശേഷം അതിന്റെ വലിയൊരു പീസ് അങ്ങനെ മുറിച്ചെടുക്കും. ആണെങ്കിൽ ഉണ്ടപ്പനോട് പറയും, അയ്യോ വേണ്ട വേണ്ട, അതിന്റെ മീറ്റ് അതത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, നീ കഴിച്ചാൽ നിനക്ക് എന്തെങ്കിലും സംഭവിക്കും. പക്ഷേ ഉണ്ടപ്പനാണെങ്കിൽ മീറ്റിന്റെ സ്മെല്ല് അത് ഒരുപാട് ഇഷ്ടമായി. അവനാണെങ്കിൽ അത് കഴിക്കും. പിന്നീട് ആ കയറഴിച്ച് അത് മുഴുവനായിട്ടും താഴേക്കിട്ട് അത് മൊത്തത്തിൽ അങ്ങനെ വെട്ടി വിഴുങ്ങുകയാണ്. ഗോകുവിന് അത് കഴിക്കുന്നത് കാണുമ്പോൾ ഒരല്പം അത്ഭുതമൊക്കെ തോന്നും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സുന്ദരമായിട്ടുള്ള ഒരു കാട് കാണിക്കും. ആ മൃഗങ്ങളെല്ലാം വീടും അവരുടെ വീട്ടുകാരൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. രണ്ട് കരടിക്കുട്ടന്മാരാണെങ്കിൽ ഇപ്പോ വെള്ളത്തില് ായിട്ട് മീൻ പിടിക്കും. അവരുടെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഇപ്പോൾ ഒരു വലിയ മീൻ കിട്ടും. അടുത്ത നിമിഷം ആ ദിനോസർ തലയൻ അവനാണെങ്കിൽ ആ മീൻ തട്ടിയെടുക്കുകയാണ്. ഈ ഒരു ദിനോസർ തലയനും മുൻപ് ആ ഒരു മാഷ്ലാട്ട് മത്സരത്തിൽ പങ്കെടുത്തവനാണ്. അത് കാണുമ്പോൾ തന്നെ ചുറ്റുമുള്ളവരെല്ലാവരും പേടിച്ച് ഡോർ അടയ്ക്കാനായിട്ട് തുടങ്ങും. ആ കരടികളാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, അത് ഞങ്ങളുടെ മീനാണ്, ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ പിടിച്ചത്, നീ അതൊക്കെ അത് തിരികെ തരുന്നതാണ് നിനക്ക് നല്ലത്. അത് കേട്ട് ആ ഒരു ദിനോസർ തലയനാണെങ്കിൽ കൈ ചുരുട്ടി അവരെ പഞ്ച് ചെയ്യാനായിട്ട് ഒരുങ്ങും. അടുത്ത നിമിഷം അവനെ ആരോ പിടിച്ച് വലിക്കുകയാണ്. കരടിക്കുട്ടന്മാരാണെങ്കിൽ അതുകൊണ്ട് പേടിച്ച് അവിടെ നോടും. ദിനോസർ തലയനാണെങ്കിൽ തിരിഞ്ഞു നോക്കും. അവന്റെ തൊട്ടു പുറകില് ആ ഒരു അസിസ്റ്റന്റ് മോൺസ്റ്റർ. ദിനോസർ കുട്ടൻ അവൻ ആരാണ് ചോദിക്കുന്ന അതേ സമയം തന്നെ ആ മോൺസ്റ്റർ ആണെങ്കിൽ അവനെ ആഞ്ഞു പഞ്ച് ചെയ്യും. ആ ഒരു പഞ്ചില് അവൻ തെറിച്ചു പോയി ഇടിച്ചു വീഴുകയാണ്. ദിനോസർ തലയനാണെങ്കിൽ വീണ്ടും എഴുന്നേറ്റ് വരും. പക്ഷേ ആ ഒരു മോൺസ്റ്റർ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവനെ അറഞ്ചം പൊറഞ്ഞു തല്ലി യിലേക്ക് എടുത്തെറിയും. ആ പാറ പോലും അവൻ വന്ന് വീഴുമ്പോൾ തകർന്നു പോവാണ്. ദൂരത്തായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആനിമൽസ് എല്ലാം തന്നെ നടക്കുന്ന ഫൈറ്റ് അത് CCTVയുടെ സഹായത്തിലൂടെ കണ്ടുകൊണ്ടേയിരിക്കും. ഇവിടെ ആ ഒരു ദിനോസർ തലയനാണെങ്കിൽ അവൻ ക്രിയേറ്റ് ചെയ്യുന്ന ജെല്ലി അതുപയോഗിച്ച് മോൺസ്റ്ററിനെ ലോക്ക് ചെയ്യും. പക്ഷെ അവനാണെങ്കിൽ സിമ്പിളായിട്ട് അത് പൊട്ടിച്ചെറിയാണ്. അത് കണ്ട് ആ ഒരു ദിനോസർ തലയൻ അവൻ ഞെട്ടും. അവനാണെങ്കിൽ ആ മോൺസ്റ്ററിനെ പഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇത് നിന്റെ എൻഡാണെന്ന് പറഞ്ഞ് ആ മോൺസ്റ്റർ അവന്റെ കയ്യിലൊരു പവർ കൊണ്ടുവന്ന് ഇപ്പോ ആ ദിനോസർ തലയന്റെ ബോഡിയിലേക്ക് കുത്തിയിറക്കും. അടുത്ത നിമിഷം അവനങ്ങനെ ചത്തുമലച്ച് താഴേക്ക് വീഴുകയാണ്. ആ കരടികളാണെങ്കിൽ പുറത്തേക്ക് ഓടി വരും. ആ എൽഡർ കരടി ഇപ്പോൾ അവനോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്, ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരു തീരാ തലവേദനയായിരുന്നു. അത് കേട്ട് ആ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ ആ കരടിയെ കൊല്ലുകയാണ്. ആ കുഞ്ഞൻ കരടി ആണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും. മോൺസ്റ്റർ ആ ദിനോസർ തലയന്റെ പോസ്റ്റർ അത് കീറിക്കളഞ്ഞ് അവന്റെ ആ ഒരു സിമ്പിള് അതവിടെ ഉപേക്ഷിച്ച് കടന്നു പോവാണ്. അതിനു മുൻപായിട്ട് ആ കുഞ്ഞൻ കരടിയോട് പറയും, ഈ ഒരു കരടിയെ ഞാൻ കൊന്നത് വെറും ഒരു എൻജോയ്മെന്റിന് വേണ്ടി മാത്രമാണ്, ഇതെന്റെ മിഷൻ അല്ല എന്ന് പറഞ്ഞ് അവൻ ദൂരേക്ക് പോകും. കട്ട് ചെയ്ത ഇവിടെ മാസ്റ്ററിനെയും മാർഷൽ ആർട്സ് മാനെയും കാണിക്കും. അവരാണെങ്കിൽ ഇപ്പൊ ഗോകുവിനെ അന്വേഷിച്ച് ആ പേടകത്തിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ മാസ്റ്റർ റോഷി ആണെങ്കിൽ മാർഷൽ ആർട്സ് മാനോട് പറയും, ആ 4 സ്റ്റാർ ഡ്രാഗൺ ബോൾ ഉള്ളത് ആ ഒരു മോൺസ്റ്ററിന്റെ കയ്യിലാണ്. സോ നമ്മളെല്ലാവരും ഗ്രൂപ്പായിട്ട് നിന്നാൽ മാത്രമേ ഇത് നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് ആളാണെങ്കിൽ റഡാർ വീണ്ടും ചെക്ക് ചെയ്യും. അപ്പൊ 200 മീറ്റർ ദൂരത്തായിട്ട് ഒരു ഡ്രാഗൺ ബോൾ അവർ കാണുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ അതിന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അവിടേക്ക് ആ പേടകം തിരിച്ചു വിടുകയാണ്. കട്ട് ചെയ്ത ഇവിടെ മോൺസ്റ്ററിനെ കാണിക്കും. മോൺസ്റ്റർ ആണെങ്കിൽ അവൻ കൊന്ന ഓരോരുത്തരുടെയും പേപ്പർ അതങ്ങനെ ചുരുട്ടി എറിയും. അടുത്തതായിട്ട് അവന്റെ എയിം അത് മറ്റാരുമല്ല, ഹാൻസം ബോയെ കണ്ടുപിടിച്ച് കൊന്നു കളയാനായിട്ട് അവൻ അങ്ങനെ ഫ്ലൈ ചെയ്ത് ദൂരേക്ക് പോകും. ഇവിടെ ഉണ്ടപ്പനാണെങ്കിൽ ഇപ്പൊ മോൺസ്റ്ററിനെ മുഴുവനായിട്ട് തിന്നു കഴിഞ്ഞു. ആണെങ്കിൽ അവനോട് ചോദിക്കും, നീ ഓക്കെ അല്ലേ, നിനക്ക് പ്രത്യേകിച്ച് വയറിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതിനുണ്ടപ്പം പറയും, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഈ കാട്ടില് ഇങ്ങനെ ഒരു മോൺസ്റ്ററിനെ കാണുന്നത്. ഗോക്കു പറയും, അതെ, അതാദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. നിന്റെ കഴുത്തിലുള്ള ഈ ഡ്രാഗൺ ബോൾ അതാണ് അവന്റെ ലക്ഷ്യം. മോൺസ്റ്റർ ഒറ്റയ്ക്കല്ല, അവനെ പോലുള്ള ഒരുപാട് മോൺസ്റ്റേഴ്സ് വേറെയുണ്ട്. ഇതുപോലെ മറ്റൊരു മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്താണ് ഞാൻ ഈ കാട്ടില് വന്ന് വീണത്. ഇപ്പൊ കുറച്ച് ടെൻഷനാണെന്ന് തോന്നുന്നു, സോ ഞാൻ പോയിട്ട് പിന്നീട് വരാമെന്ന് പറയും. അതിനെ ഉണ്ടപ്പനാണെങ്കിൽ ഗോകുവിനോട് ദേഷ്യപ്പെടും. ഞാൻ ടെൻസ്ഡ് ഒന്നും അല്ല, ഞാൻ ഓക്കെയാണ്, എന്റെ ക്ലാനിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയ ആള് അത് ഞാനാണ്,
ഗോക്കു ആണെങ്കിൽ അവനോട് പറയും എൻ്റെ ഫ്രണ്ട് മുട്ടപ്പനെ പോലെയാണ് നിന്നെ കാണാൻ, മുടിയില്ലെങ്കിൽ നീ മുട്ടപ്പൻ തന്നെ. എന്നിട്ട് അവൻ ക്യാഷ്വലായിട്ട് പറയും എന്നെ കൊണ്ട് പറ്റില്ല നിന്നോട് വെറുതെ സംസാരിച്ച് എൻ്റെ പ്രീഷ്യസ് ടൈം വേസ്റ്റ് ആക്കാനായിട്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്, എനിക്ക് ഹണ്ടിങ്ങിന് പോകണം, ട്രെയിനിങ് ചെയ്യണം. ഇത്രയും വേഗം എൻ്റെ ടൈം വേസ്റ്റ് ആക്കാതെ നീ ഇവിടുന്ന് പോകണം. അതിന് ഗോക്കു ആണെങ്കിൽ ടാറ്റാ ബൈബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ ഓടുകയാണ്. മുണ്ടപ്പനാണെങ്കിൽ ഭയങ്കര ആശ്വാസം, ഇനി ഒരിക്കലും ഗോക്കു നിന്നെ എനിക്ക് കാണാനായിട്ട് പാടില്ല. അപ്പോഴായിരിക്കും ഗോക്കു ഒരു കാര്യം അവൻ ഓർക്കുക. ഇപ്പോയ ഗോക്കു ആണെങ്കിൽ തിരികെ വന്ന് അവനോട് പറയും നിനക്ക് വിരോധമില്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ വീണ്ടും ബാക്ക് ടു ലൈഫിലേക്ക് കൊണ്ടുവരാൻ നിന്റെ കഴുത്തിലുള്ള ഡ്രാഗൺ ബോൾ അതെനിക്ക് തരുമോ? ഡ്രാഗൺ ബോൾസ് എല്ലാം ചേർത്ത് വെച്ചാൽ മാത്രമേ എൻ്റെ ഫ്രണ്ട് മുട്ടപ്പന് പുതിയ ലൈഫ് കിട്ടൂ, വീണ്ടും ഞങ്ങളെ കൊണ്ട് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയൂ. അവനാണെങ്കിൽ അത് കേട്ട് ഞെട്ടും. നീ എന്താ ഈ പറയണേ? ഈ ഒരു ബോള് കാണാൻ വളരെ മനോഹരമാണ്, പക്ഷേ ഇതിന് ഒരാളുടെ ലൈഫ് തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്നാണോ നീ പറയണേ? അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ മെയിൻ മോൺസ്റ്ററിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ ആ ഗോളത്തിലേക്ക് നോക്കി പറയും ആ ഡ്രാഗൺ ബോളിന്റെ സിഗ്നലും അവന്റെ സിഗ്നലും ഒന്നും തന്നെ എനിക്ക് കിട്ടുന്നില്ല. സോ അതിനർത്ഥം അവൻ മരിച്ചവൻ തന്നെയാണെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും. അവൻ്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ അവനെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഒരുപക്ഷെ ആൾ എവിടേക്കെങ്കിലും പോയതായിരിക്കും. ഈ വേൾഡിൽ അങ്ങയുടെ അസിസ്റ്റൻസിനെയും മക്കളെയും കൊല്ലാനായിട്ട് ആർക്കും സാധിക്കില്ല. പക്ഷേ ആ മോൺസ്റ്റർ ആണെങ്കിൽ അടിച്ചു പറയും ഞാൻ ക്രിയേറ്റ് ചെയ്ത എൻ്റെ അസിസ്റ്റന്റ് അവൻ കൊല്ലപ്പെട്ടു. കട്ട് ചെയ്ത ഇവിടെ അസിസ്റ്റന്റ് മോൺസ്റ്ററിനെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ ഫ്ലൈ ചെയ്ത് ഓൾമോസ്റ്റ് നമ്മുടെ ആൾക്കാർ സേഫ് ആയിരിക്കുന്ന ആ ഭാഗത്തേക്ക് വരും. ആ മോൺസ്റ്റർ ആണെങ്കിൽ കാണും ദൂരത്തായിട്ട് കാമേ ഹൗസ്. ഇവിടെ വീടിന് മുൻപിലാണെങ്കിൽ നമ്മുടെ ഹാൻസം ബോയ് അവനാണെങ്കിൽ പഴയതുപോലെ ട്രെയിനിങ് ഒക്കെ എടുത്ത് ഉഷാറായിട്ട് വരികയാണ്. അപ്പോഴായിരിക്കും അവർക്ക് എല്ലാവർക്കും വലിയ വെല്ലുവിളി കൊടുത്തുകൊണ്ട് ഇപ്പോൾ അവർക്കിടയിലേക്ക് അവനങ്ങനെ ചാടി വരിക. അവനെ കാണുമ്പോൾ തന്നെ അത് മോൺസ്റ്റർ ആണെന്ന് അവർ തിരിച്ചറിയും. അവരെല്ലാവരും ഭയം കൊണ്ട് വിറയ്ക്കും. മാനാണെങ്കിൽ ടെററായിട്ട് ഇപ്പൊ മോൺസ്റ്ററിനോട് ചോദിക്കും സത്യം പറയും ഞങ്ങളുടെ ഫ്രണ്ട് മൊട്ടപ്പനെ കൊന്നത് നീയല്ലേ? അതിന് അസിസ്റ്റന്റ് മോൺസ്റ്റർ പറയും അതെ, അടുത്ത ഇര നീയാണെന്ന് പറഞ്ഞ് ഇപ്പൊ ഹാൻസം മാൻ്റെ അടുത്തേക്ക് ഓടി അടുക്കുകയാണ്. അടുത്ത സെക്കൻഡ് തന്നെ അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബാളം. അസിസ്റ്റന്റ് മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ ഹാൻസം ബോയുടെ കാലിൽ ആഞ്ഞു കിക്കുകയും അവനാണെങ്കിൽ വേദന കൊണ്ട് താഴേക്ക് വീഴുകയാണ്. ആ ഗ്യാപ്പിൽ ഇവിടെ ലോഞ്ച് അവനെ ചറപറ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ആ ബുള്ളറ്റ്സുകളെല്ലാം തന്നെ അവന്റെ ബോഡിയിൽ തട്ടി തിരികെ പോവാണ്. എന്റെ കഥ അത് ഇവിടെ അവസാനിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഫയർ കയ്യിലേക്ക് കൊണ്ടുവന്ന് ഇപ്പൊ ഹാൻസം ബോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവന്റെ തൊട്ടടുത്തെത്തും. അടുത്ത നിമിഷം മാസ്റ്റർ മോൺസ്റ്റർ അവനെ കോണ്ടാക്ട് ചെയ്യാണ്. അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ഫ്ലൈ ചെയ്യും. ആ മാസ്റ്റർ മോൺസ്റ്റർ ഇപ്പൊ അവനോട് പറയും നിന്റെ ടീമിലുണ്ടായിരുന്ന ഡാർക്ക് മോൺസ്റ്റർ അവനെ കാണാനില്ല. എന്റെ ഗസ് ശരിയാണെങ്കിൽ അവനെ ആരോ ഡിസ്ട്രോയ് ചെയ്തു. അതാരാണെന്ന് എത്രയും വേഗം കണ്ടെത്തണം, അവനെ നീ തകർത്ത് കളയണം. അതിനിപ്പോ അസിസ്റ്റന്റ് മോൺസ്റ്റർ ഓക്കെ പറയും. പിന്നീട് അവൻ ഹാൻസം ബോയ് നോക്കി അവനോട് പറയും ഇത് നിന്റെ ലക്കി ഡേ ആണ്, അത്യാവശ്യമായിട്ടൊരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്, എത്രയും വേഗം ഞാൻ തിരികെ എത്തും. ഇപ്പൊ നിനക്ക് കിട്ടിയ ഈ ഒരു ലൈഫ് സ്പാൻ അത് നീ എൻജോയ് ചെയ്യുന്നു പറഞ്ഞ് അങ്ങനെ കടന്നു പോകും. ഇതാ ഇവിടെ മാസ്റ്ററും മാർഷൽ ആർട്സ് മാനും ആ ചിന്നപ്പയ്യനും അവർ മൂന്നുപേരും വലിയൊരു ഐസ്ബർഗിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ദൂരത്തായിട്ട് കാണുന്ന വലിയൊരു ഐസ്ബർഗർ അത് തകർക്കാനായിട്ട് മാസ്റ്റർ ആവശ്യപ്പെടും. അടുത്ത നിമിഷം മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ആളുടെ പവർ ഉപയോഗിച്ച് ആ ഒരു വലിയ ഐസ്ബർഗ് അതങ്ങനെ പൊട്ടിത്തെറിപ്പിക്കുകയാണ്. അതിന്റെ നടുക്കായിട്ട് ഡ്രാഗൺ ബോൾ കാണും. കുഞ്ഞിപ്പയ്യനാണെങ്കിൽ ഹാപ്പി ആയിട്ട് പോയി ആ ഡ്രാഗൺ ബോൾ എടുക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഗോക്കു അവനാണെങ്കിൽ ഡ്രാഗൺ ബോളിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ ഉണ്ടപ്പന് പറഞ്ഞു കൊടുക്കും. ഉണ്ടപ്പം പറയും അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരുപാട് വെറൈറ്റി ഫുഡ് അത് ആവശ്യമാണ്. അതിന് ഗോക്കു പറയും ഇത്തവണ ഒരേ ഒരു വിഷ് മാത്രമേ നമുക്ക് ചോദിക്കാനായിട്ട് കഴിയൂ. അത് കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷം വീണ്ടും ഈ ഡ്രാഗൺ ബോൾസ് ഉപയോഗിച്ച് അടുത്ത വിഷ് ചോദിക്കാം, എങ്കിൽ മാത്രമേ അടുത്ത വിഷ് കിട്ടൂ. അത് കേട്ട് ഉണ്ടപ്പനാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.